അഫ്ഗാനിസ്ഥാനിലെ പക്തിക പ്രവിശ്യയിൽ പാകിസ്ഥാൻ നടത്തിയ ബോംബാക്രമണത്തിൽ 3 ക്രിക്കറ്റ് കളിക്കാർ ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ശക്തമായി. ശബരിമലയിൽ അയ്യപ്പന്റെ മുതൽ തിരികെ എത്തിക്കുന്നതുവരെ കോൺഗ്രസ് സമരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. UDF പന്തളത്ത് നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിക്ഷേപ സൗഹൃദമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനാമയിൽ പറഞ്ഞു. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ പ്രവാസി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മന്ത്രി സജി ചെറിയാനും വ്യവസായി MA യൂസഫ് അലിയും ചടങ്ങിൽ പങ്കെടുത്തു. ശബരിമല സ്വർണ്ണപ്പാളി മോഷണത്തിൽ 20ഓളം പേർക്ക് പങ്കുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിനോട് വെളിപ്പെടുത്തി. ഇന്നലെ വൈകിയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം 50 ദിവസം കഴിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതിക്കാരിയെ കിട്ടിയില്ല. യുവനടിയും ട്രാൻസ്ജെൻഡർ യുവതിയും പരാതി നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. നെയ്യാറ്റിൻകര രൂപത ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ വിരമിച്ച ഒഴിവിൽ ഡോക്ടർ D. സെൽവരാജ് പുതിയ ബിഷപ്പായി ചുമതലയേറ്റു. പ്രഖ്യാപനം റോമിൽ വായിച്ചു. തുടക്കത്തിൽ തന്നെ തുലാവർഷം ശക്തമായി. സംസ്ഥാനമെങ്ങും കനത്ത മഴ തുടരുന്നു. ഉരുൾപൊട്ടലിലും മഴവെള്ളപ്പാച്ചിലിലും ഇടുക്കിയിൽ വൻ നാശനഷ്ടമുണ്ടായി. 20ഓളം വാഹനങ്ങൾ നശിച്ചു. കാറും സ്കൂട്ടറുകളും ടെമ്പോ ട്രാവലറും ഒഴുക്കിൽപ്പെട്ടു. വീടുകളിൽ വെള്ളം കയറി. നടപ്പാലം തകർന്നു. ഒരേ സമയം 2 ന്യൂനമർദ്ദമാണ് അതിശക്ത മഴയ്ക്ക് കാരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കൂത്തുപറമ്പിൽ വൃദ്ധയായ ജാനകിയെ ആക്രമിച്ച് സ്വർണമാല പൊട്ടിച്ചെടുത്ത നഗരസഭാ കൗൺസിലർ രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി CPM അറിയിച്ചു. പ്രേക്ഷകർ ഏറെയുള്ള മിനി സ്ക്രീൻ റിയാലിറ്റി ഷോ ബിഗ് ബോസ് സീസണിൽ മോഹൻലാൽ വാങ്ങുന്ന പ്രതിഫലം 24 കോടി രൂപയാണെന്ന് റിപ്പോർട്ടുകൾ. ഇതേസമയം മറ്റു ഭാഷകളിൽ നാഗാർജുന 30 കോടിയോളം വാങ്ങുമ്പോൾ ഹിന്ദിയിൽ സൽമാൻ ഖാൻ ആഴ്ചയിൽ ശരാശരി 10 കോടിയോളം രൂപ വാങ്ങുന്നുവെന്നാണ് കണക്കുകൾ. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.